എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അനിയും അനാമികയായിട്ടുള്ള കല്യാണാലോചനയൊക്കെ ആയിട്ടാണ് അവര് വന്നിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആ ചിത്ര പൗർണമി നാളെ നടക്കുന്ന പൂജ, ആ പൗർണമി നാളെ നടക്കുന്ന പൂജ ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കുറെ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെയാണെങ്കിലും വീട്ടിലേക്ക് ദേവയാനി നന്ദുവിനെയും കനകയെല്ലാം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. പിന്നീട് അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയും കൂടെ വരുന്നത്. പക്ഷെ അവര് വന്നു കഴിയുമ്പോഴത്തേന് നന്ദുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. നന്ദുവിന് ബുദ്ധിമുട്ട് മറ്റൊന്നും കൊണ്ടല്ല, അനാമികയും തമ്മിൽ ഇഷ്ടത്തിലാണോ, ഇനി അവർ തമ്മിലുള്ള കല്യാണം നടക്കുവോ, നന്ദുവിന്റെ മനസ്സിലൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് അനിയോട്. അപ്പൊ അത് പുറത്ത് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നന്ദു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അനാമിക പരിവം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് പൂർത്തിയായി. നന്ദുവിന് അവിടെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അനാമികനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് മുഖമൊക്കെ അവിടെ മാറി. വരണ്ടായിരുന്നു, ഈ വരുന്നിടത്തായിരുന്നെങ്കിൽ വരണ്ടായിരുന്നു ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് പോകാൻ പറ്റില്ലോ, എല്ലാരും എന്ത് വിചാരിക്കും പെട്ടെന്ന് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ നന്ദു അവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ്. പിന്നീട് അവര് വന്നതിന് ശേഷം അവര് വന്നതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാവരോടും തുറന്നു പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇന്ന ആവശ്യത്തിനാണ് വന്നേ, ഇത്ര വലിയ വീട്ടിലേക്ക് വിടാൻ പറ്റിയ ഞങ്ങളുടെ മഹാഭാഗ്യം എന്നാ ഞങ്ങൾ കരുതുന്നേ. അനാമികയുടെ തുടങ്ങിയ ചെറിയ കുടുംബമാണ്, വലിയ കൂട്ടുകുടുംബം ഒന്നുമല്ല. പക്ഷെ അനന്തപുരി വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കൂട്ടുകുടുംബം തന്നെയാണ്. അത്രയും വലിയൊരു വീട്ടിലേക്ക് അനാമികയെപ്പോലൊരു പെൺകുട്ടീനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം തന്നെയാണ്. പിന്നീട് അവര് തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറയണം. പിന്നീട് അനിയോട് ചോദിക്കുന്നുണ്ട് അവന്റെ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവെന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. ഈ സമയത്തൊക്കെ നന്ദുവിന്റെ മുഖത്തേക്ക് അനിയൊന്ന് പാളിപ്പാളി നോക്കുന്നുണ്ട്. നന്ദുവാണ് ഇപ്പൊ കരയുന്ന മട്ടിലായിരിക്കുന്നത്. അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. താൻ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ മറ്റൊരാളുടെ ആന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കാനുള്ള ശേഷി നന്ദുവിനില്ലായിരുന്നു. അല്ലെങ്കിൽ അടുത്ത് വന്ന് മറ്റൊരു പെണ്ണ് വന്നിരിക്കുമ്പം സഹിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തന്നെ ഇഷ്ടമുണ്ടോ എന്നും നന്ദുവിന് അറിയില്ല. അനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നന്ദുവിനെ. പക്ഷെ അനാമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമയോട് ഇഷ്ടമുണ്ട്. പക്ഷെ നന്ദുവിനത്ര ഒന്നും ഇഷ്ടം അനാമയോട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുമില്ല കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ്. പിന്നെ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അനന്തപുരം തറവാട്ടിലുള്ള ആർക്കും ആ കല്യാണത്തിന് അങ്ങനെ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. അനിയെ സംബന്ധിച്ചിടന്ന് പറഞ്ഞാൽ അനി നല്ലൊരു ചെറുപ്പക്കാരനാണ്. വേറെ ദുശീലങ്ങളോ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ല. അവര് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യനെ നന്നായിട്ട് നോക്കുന്ന ദേവയാനിക്കും ആദർശനും അച്ഛനും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആർക്കും ഒരു എതിർപ്പില്ലായിരുന്നു താനും. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൂജ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞൊരു തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന് ഒരു സൊല്യൂഷനും മുത്തശ്ശൻ കണ്ടെത്തുകയാണ്. ഒരു മത്സരമൊക്കെ നടത്താൻ തന്നെയായിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ മത്സരം നടത്തി വിന്നർ ആവുന്ന ആരാണോ അവര് പൂജ ചെയ്യട്ടെ അങ്ങോട്ട് തീരുമാനത്തിൽ എത്തുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നന്ദു ആണെങ്കിൽ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കാതെ മാറി നിൽക്കുമായിരുന്നു. അവസാനം നന്ദുവിനെ അനി കൂട്ടിക്കൊണ്ട് വരുവാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കാനായിട്ട്. അനിയോടൊപ്പം ചേർന്നത് മത്സരം പങ്കെടുക്കാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും അനാമികയോട് കടന്നു വരുവാണ്. അനാമിക്ക് നന്ദുവിനോടൊപ്പം അനിന്ന് മത്സരിക്കാൻ നമ്മൾ സഹിച്ചില്ല. ശരിക്കും അനാമികയുടെ അമ്മയാണ് അവളെ ഉന്തത്തല്ലേ അങ്ങോട്ട് വിടുന്നത്. പിന്നീട് അനിയുടെ അടുത്തേക്ക് മത്സരിക്കാനായിട്ട് അനാമിക നിൽക്കുമ്പോൾ നന്ദു അങ്ങോട്ട് മാറിക്കൊടുക്കുകയാണ്. നന്ദുവിന് ചങ്ക് പറയുന്ന വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നന്ദുവിന് അറിയാം താൻ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മാറിക്കൊടുക്കേണ്ട ആളാണ്. ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവണ്ട നന്ദു അങ്ങോട്ട് മാറിക്കൊടുക്കുന്നത്. അപ്പൊ അനാമികയായിട്ട് ഇന്ന് മത്സരത്തിൽ അനി തോറ്റു പോവാണ് ചെയ്തത്. അപ്പൊ അനി ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഞാൻ നന്ദുവിനോടൊപ്പം നിന്ന് മത്സരിച്ചാൽ മാത്രം ഇതിനകത്ത് എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷെ അത് അനാമിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ വിശേഷങ്ങൾ പിന്നീട് നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് മാറിപ്പോയിരിക്കുന്നുണ്ട്. മാറിപ്പോയിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ അടുത്തേക്ക് ജാനകി വരുവാണ്. ജാനകി വന്നിട്ട് നന്ദുവിനോട് കുറച്ച് മുല്ലപ്പൂ കൊണ്ട് കൊടുത്തിട്ട് കോർക്കാനൊക്കെ പറയാം. അങ്ങനെ നന്ദു അതൊക്കെ ഇരുന്ന് കോർത്തോണ്ടിരിക്കുകയാണ്. നന്ദുവിന്റെ മുഖഭാവം അനി നേരത്തെ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് മനസ്സിലായി നന്ദുവിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നന്ദുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് നന്ദുവിന്റെ അരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന് നന്ദുവിനോട് എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റി, നിന്റെ മുഖം ആകപ്പാട് ഡള്ളായിട്ടിരിക്കുന്നല്ലോ എങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേനും നന്ദു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ആരോടെങ്കിലും ഒന്ന് പറയണം. പക്ഷെ ആരോട് പറയാനാ, അനിയെ ശരിക്കും ഇഷ്ടമാണെന്ന് ആരോടും പറയാൻ പറ്റില്ല. ഓൾറെഡി ചേച്ചിമാർ രണ്ടുപേരും അനന്തപുരം തറവാടിലേക്ക് വന്നു. ഇനിയിപ്പം തനിക്ക് അനിയേയും കൂടി ഇഷ്ടമാണെന്നും കൂടെ പറഞ്ഞാൽ തീർന്നു. അതോടുകൂടി
ഒരു പക്ഷെ അവരുടെ ജീവിതം കൂടെ ഇല്ലാതാവും. അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് തന്റെ ഇഷ്ടം അനി ഉള്ളിൽ ഒതുക്കുന്നത്. ആരോടും ഇതുവരെയായിട്ട് പുറത്തു പോലും പറഞ്ഞിട്ടില്ല. കനയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനാമിക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നന്ദുവിന്റെ മുഖം മാറിയപ്പോ തന്നെ കനകയെ ശ്രദ്ധിച്ചായിരുന്നു. കനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, നന്ദു അനിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും നടക്കാത്ത മോഹമാണ്. രണ്ട് മരുമക്കൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു, ഇനി ഒരാളെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കനക കൂടാതെ നന്ദുവിന് ചോദിക്കാനോ പറയാനൊന്നും പോവുകയും ചെയ്തില്ല. പിന്നീട് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നന്ദു ഒന്നും വിട്ടു പറയാനായിട്ട് അങ്ങോട്ട് കൂട്ടാക്കുന്നില്ല. അനിയെ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടിയാനാണ് ശ്രമിക്കുന്നത്. കാരണം അനി അടുത്തിരുന്നിട്ടാണെങ്കിൽ തന്റെ മനസ്സ് വീണ്ടും ചാഞ്ചാടുന്നൊരു ചിന്ത നന്ദുവിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. താൻ അത്രയ്ക്ക് അനിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അനി ഒരിക്കലും ഇത് അറിയാൻ പാടില്ല. അനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയായിട്ടുള്ള വിവാഹം മുടങ്ങുമെന്ന് നന്ദുവിന് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തന്റെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നന്ദു അവിടെ ഇരിക്കുമായിരുന്നു. പിന്നീട് മത്സരങ്ങളൊക്കെ നടക്കുന്നതിന് ഇടയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസും പാട്ടും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഡാൻസിനിടയ്ക്ക് നവ്യയുടെ വയറ്റിൽ വെച്ച് കിട്ടിക്കുന്ന പാടൊക്കെ ചാടിപ്പോവാണ്. ആ പാട് ചാടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ഈ പാട് കണ്ടത് നയനയെ കണ്ടത്. നവ്യ അറിഞ്ഞിട്ട് പോയില്ല. നവ്യ എങ്ങനെ അറിയാനാ? അമ്മാതിരി ഡാൻസ് അവിടെ കിടന്ന് ആടിക്കൊണ്ടിരുന്നേ. ഈ സമയത്ത് ജാനകിക്ക് ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇവള് വയറ്റിലെ കുഞ്ഞിനെ ഇട്ടോണ്ട് ഇമ്മാതിരി കിടന്ന് ഡാൻസ് കളിക്കുന്നത്, ഈ കുഞ്ഞു വല്ല പോകും എന്തെങ്കിലും ചെയ്യുമല്ലേ? അത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നവ്യക്ക് ഒരു കുലുക്കമില്ല. നവ്യക്കറിയാൻ തന്റെ വയറ്റിൽ കുഞ്ഞില്ലെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള പിന്നെ താൻ എത്ര ആട്ടം ആടിയാലും കുഞ്ഞ് ചാടി പോവാണെന്ന് നവ്യക്ക് അറിയാവുകയും ചെയ്യാം. അതുകൊണ്ടാണ് നവ്യ ഡാൻസ് കളിക്കുന്നത്. ഈ വയറ്റിൽ നിന്ന് ചാടിപ്പോയ പാട് ഭാഗ്യത്തിന് നയനയെ കാണുന്നത്. നയനെ അത് പെട്ടെന്ന് സാരിക്ക് കൂടി ഇങ്ങനെ സാരി തുമ്പിൽ ഇങ്ങനെ ഒളിപ്പിക്കുകയാണ്. ഒളിപ്പിച്ചു വെച്ചിട്ട് നവ്യേനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോയിട്ട് കണ്ണ് പൊത്തുന്ന ചീത്ത അങ്ങോട്ട് പറയുന്നുണ്ട്. എനിക്കറിയാം ഇപ്പോഴും നിങ്ങൾ പറ്റിച്ചോണ്ടിരിക്കുക, എത്ര കാലം നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ക്രൂരമായിട്ട് വാക്കുകൾ പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ ഇതൊക്കെ കേട്ട് നവ്യക്ക് ഒരു കുലുക്കോ ഇല്ലായിരുന്നു. നവ്യ പറഞ്ഞു, നീ അതിങ്ങോട്ട് താട്ട്, ഞാനിത് വെച്ച് കെട്ടട്ടെ. പിന്നെ നീയായിട്ട് താടും പറയരുത്, പറഞ്ഞാൽ അറിയാലോ, എന്റെ സ്വഭാവം നിനക്കറിയാലോ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനേനെ ഭീഷണിപ്പെടുത്തുവാണ്. നയനയ്ക്ക് മനസ്സിലായി തന്റെ ചേച്ചി എത്രയാണെന്ന് നന്നാകാൻ പോകുന്നില്ല. ഇതൊന്നല്ലെങ്കിൽ ഒന്ന് വേറെ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നവ്യ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നയനയും കൂടെ ബാധിക്കുന്നുള്ള ചിന്ത നവ്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ നയൻ ഇതൊക്കെ വെച്ച് കിട്ടി അകത്തേക്ക് കയറി പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.